പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നമ്മുടെ സത്യേക ദൈവത്തിന് എല്ലാ മഹത്വവും ആരാധനയും ഉണ്ടാകട്ടെ. ഇന്ന് രാവിലെ അവിടുത്തെ ദിവ്യസിംഹാസനത്തിൽ നിന്ന് നമ്മിലേക്ക് എല്ലാ കരുണയും അനുഗ്രഹങ്ങളും സ്നേഹവും ഇടതടവില്ലാതെ വർഷിക്കപ്പെടട്ടെ. സ്നേഹനിധികളായ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ പ്രവചന ദൂതിൻ്റെ ആഴമായ കേൾവിയിലേക്ക് നിങ്ങൾക്കെല്ലാം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ വളരെ സന്തോഷത്തോടുകൂടെ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ തിരുവചനത്തിൽ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം ഒരു സ്ത്രീ കണ്ട സ്വപ്നത്തെക്കുറിച്ചുള്ളതായ വിവരണമാണ്. എന്നാൽ ഈ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രകാശിപ്പിച്ച് തന്ന അതിശക്തമായ ചില ദൈവവചന പൊരുളുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇന്നത്തെ പ്രവചന തോതിൽ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന അതിശക്തമായ ഉത്തരവാദിത്വം. വളരെ ശ്രദ്ധയോടുകൂടെ ഇതാദ്യോടന്തം കേൾക്കാനും ഇതിലൂടെ ദൈവം നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന സത്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതാനും നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. നിങ്ങൾക്കിതൊരു അനുഗ്രഹമായിരിക്കും. ദൈവവചനത്തിലേക്ക് തിരിയാം. മത്തായി സുവിശേഷം 27-ാം അധ്യായം 19-ാമത്തെ വചനം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പീലാത്തോസിൻ്റെ മുൻപിൽ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിടുന്ന സമയമാണ് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം. ഇങ്ങനെയാണ് വചനം ആരംഭിക്കുന്നത്. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ. ആരാണ്? പീലാത്തോസ്. അയാൾ ന്യായാസനത്തിൽ ഇരിക്കുകയാണ്. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ചു. എന്നിട്ട് ആ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന യേശുവിനെക്കുറിച്ച് പീലാത്തോസിൻ്റെ ഭാര്യ താൻ അയച്ചിരിക്കുന്ന വ്യക്തി മുഖാന്തരം ഒരു കാര്യം പീലാത്തോസിനെ ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിങ്ങനെയാണ്: ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. ഈ സ്ത്രീ പറയുകയാണ്, യേശു ഒരു നീതിമാനാണ്. 2, യേശുവിൻ്റെ കാര്യത്തിൽ മാത്രം ആ കസേരയിൽ ഇരുന്നു കൊണ്ട് നീ ഇടപെടരുത്. അതിൻ്റെ കാരണം, വിചാരണ ഇപ്പോഴാണ് നടക്കുന്നത്. പക്ഷേ ഈ പകൽ വെളുക്കുന്നതിന് മുൻപുള്ള കഴിഞ്ഞ രാത്രി എനിക്ക് വളരെ സംഘർഷം നിറഞ്ഞതായിരുന്നു. കാരണം ഇന്ന് നടക്കാൻ പോകുന്ന ഈ വിചാരണയിൽ നിന്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഈ മനുഷ്യൻ, അതായത് നമ്മുടെ കർത്താവായ യേശു, അവൾക്ക് കഴിഞ്ഞ രാത്രിയിലെ സ്വപ്നത്തിൽ ഒരു വെളിപ്പെടലായി കിട്ടിയിട്ടുണ്ടത്രേ. യേശു നീതിമാനാണ്. യേശുവിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും നടത്താൻ പാടില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ സ്വപ്നം ദൈവം നൽകിയതാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് ഒരു സൂചനയും ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം നൽകുന്നില്ല. പക്ഷേ ദൈവം സ്വപ്നങ്ങളെ നൽകുന്നവനാണ് എന്ന് ബൈബിൾ അടിവരയിട്ട് പറയുന്നു. എന്നാൽ ഈ സ്വപ്നത്തിലെ ഉദ്ദേശം യേശു നീതിമാനാണ് എന്നുള്ളതായ പ്രഖ്യാപനം യഹൂദയല്ലാത്ത ഒരു വിജാതീയ സ്ത്രീയായിരിക്കുന്ന ഹെരോദാവിൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ചതിനെക്കുറിച്ചാണ് മത്തായി എന്ന സുവിശേഷകൻ വ്യക്തമായി വിവരിച്ചു പറയുന്നത്. ദൈവമക്കളെ, ഒന്നും നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നാം അതിലേക്ക് എത്തിപ്പെടുന്നതിന് മുൻപ് കൃത്യമായിരിക്കുന്ന ഇടപെടലുകൾ നമ്മളുടെ ജീവിതത്തിന് മുൻപിൽ ഇരിക്കുന്ന മനുഷ്യരുമായി കണക്ട് ചെയ്യുന്ന പല മേഖലകളിൽ നമുക്ക് വേണ്ടി സംഭവിക്കുന്നുണ്ട്. നാളെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ, ഇന്ന് പകല് നിങ്ങൾ ആരുടെ മുൻപിലാണോ പോയി നിൽക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഞാൻ ചെന്ന് നിൽക്കുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. പക്ഷേ എനിക്ക് നിങ്ങളോട് ഈ വചനത്തെ അധികരിച്ചുകൊണ്ട് പറയാനുള്ള ദൂത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾ ഇന്ന് ഇത്ര മണിക്ക് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇത്ര സമയത്ത് നിങ്ങൾ ആ വ്യക്തിയുടെ മുമ്പിൽ എത്തുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ, ചില ബോധ്യങ്ങൾ, നിങ്ങൾ ചെന്ന് നിൽക്കാൻ പോകുന്ന സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി
നൽകപ്പെട്ടിട്ടുണ്ട്. ദൈവം ചില ഇടപെടലുകൾ മറ്റു പലരുമായി നിങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട് എന്നത് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ചെല്ലുമ്പോൾ കാര്യങ്ങൾ ഭംഗിയായിരിക്കും. നിങ്ങൾ ചെല്ലുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തിരിയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം ഇനി നമുക്ക് ആഴമായിട്ടൊന്ന് പരിശോധിക്കാം. ഇവിടെ പരിശുദ്ധനും നീതിമാനുമായ ദൈവത്തിൻ്റെ നിസ്തുല്യ വചനമായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ഒരു കുറ്റവാളിയുടെ സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. യേശു കുറ്റവാളിയല്ല. ഒരു കുറ്റവാളിയെപ്പോലെ കർത്താവ് വിചാരണ നേരിടുകയാണ്. കുറ്റം കണ്ടെത്താൻ കഴിയാത്ത നീതിമാനായ നമ്മുടെ കർത്താവായ യേശു, അല്ലെങ്കിൽ തൻ്റെ മേൽ ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റം പോലും തൻ്റെ മേൽ തെളിയിക്കാൻ കഴിയാത്ത വിധം നീതിയുടെ പൂർണ്ണതയായി നിലകൊള്ളുന്ന നമ്മുടെ കർത്താവായ യേശു ഒരു കുറ്റവാളിയെപ്പോലെ മനുഷ്യൻ്റെ ഒരു ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് കർത്താവായ യേശുവിൻ്റെ നിസ്സഹായതയല്ല, പാപം ബാധിച്ച മനുഷ്യന്മാരായ നമ്മുടെയൊക്കെ നീതിയുടെ പരാജയമാണ്. അതായത് ഒരു നീതിമാനെ കുറ്റക്കാരനാക്കുന്ന ലോകത്തിൻ്റെ നടുവിൽ കർത്താവിന് വേണമെങ്കിൽ പ്രതികാരം ചെയ്യാമായിരുന്നു, തച്ചുടച്ച് കളയാമായിരുന്നു സകലത്തെയും. പക്ഷെ അതൊന്നും ചെയ്യാതെ, യാതൊരു പ്രതികാരത്തിനും മുതിരാതെ മരണത്തെ സ്വീകരിക്കുകയും മനുഷ്യന്മാരായ നമ്മൾ വീണുപോയ തകർച്ചയുടെ അവസ്ഥയിലേക്ക് പൂർണ്ണമായി ഇറങ്ങി വന്ന് തൻ്റെ പുനരുദ്ധാന ജീവനാൽ നമ്മുടെ മൃത്യുവിനെ അവിടുന്ന് പുതുക്കുകയും ചെയ്തു. ഇവിടെ കാൽവറി ക്രൂശ് നമ്മുടെ കർത്താവായ യേശുവിന് പീലാത്തോസ് വിധിക്കുമ്പോൾ ആ ക്രൂശ് നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പരാജയമല്ല, മനുഷ്യരായ നമ്മുടെ പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും നമ്മുടെയൊക്കെ നീതിയെ സ്വീകരിക്കാൻ കഴിയാത്ത വിധം ദുർബലമായി പോയ മനുഷ്യ മനസ്സിൻ്റെ വെളിപ്പെടുത്തലും, അപ്പോൾ തന്നെ നമ്മുടെ ഇരുണ്ടുപോയ മനസ്സുകളെ വെണ്മയുള്ളതാക്കാൻ ദൈവം തയ്യാറാക്കിയ രക്ഷയുടെ പദ്ധതി എത്ര വലുതാണെന്നുള്ളതിൻ്റെയും തെളിവായിട്ടാണ് കർത്താവായ യേശുവിൻ്റെ ഈ വിസ്താരവും ക്രൂശീകരണവും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഒന്ന് ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ വിളിച്ചു പറയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പക്ഷേ പ്രതികാരം ചെയ്യാനും നമുക്ക് നമ്മുടെ നീതി വെളിപ്പെടുത്താനുമൊക്കെ അവസരങ്ങളുള്ളപ്പോഴും ചില സാഹചര്യങ്ങളിൽ നമ്മൾ നിശബ്ദമായി നിന്നാൽ പലപ്പോഴും നമ്മളുടെ മുൻപിൽ നമ്മളുടെ ശക്തിയും നമ്മളുടെ ധാർമ്മികതയും തെളിയിക്കാൻ നമുക്ക് അവസരമുണ്ടായിട്ടും എന്തൊക്കെയോ കാരണങ്ങളുടെ പേരിൽ അത് നമ്മൾക്ക് കഴിയാതെ പോകുമ്പോൾ സത്യം പരാജയപ്പെടുകയാണെന്നും നീതി തോക്കുകയാണെന്നും ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ഇരുട്ട് വീഴുകയാണെന്നൊന്നും നിങ്ങളാരും കരുതരുത്. അതല്ല ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ സംഭവിക്കുന്നത്. മനുഷ്യൻ്റെ അനീതിയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ നീതി ആ അനീതിയെ തന്നെ നീതി വിജയിക്കുവാനുള്ള മാർഗമാക്കി തീർക്കുന്നത് നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ സങ്കടപ്പെടുന്നത്, ഏത് കാര്യത്തിൻ്റെ പേരിലാണോ നിങ്ങൾ മുറിവേൽക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഏത് വിഷയം നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെട്ടാണോ നിങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അവിടെ നിങ്ങളുടെ ശത്രുക്കൾ ജയിച്ചുവെന്നും നിങ്ങളോട് ദ്രോഹത്തിനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടവരുടെ പക്ഷമാണ് ഇപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുന്നതെന്നുമൊക്കെ നിങ്ങൾക്ക് തോന്നിയാലും ഒരു ദുർബലനെയും നിസ്സഹായനെയും പോലെ നിങ്ങളിപ്പോൾ അവരുടെയൊക്കെ ക്രൂരാരോപണങ്ങൾക്കും ദേഷ്യങ്ങൾക്കും പകപോക്കലുകൾക്കും കളിയാക്കലുകൾക്കും മുമ്പിൽ പഞ്ചപുച്ഛമടക്കി കൈകെട്ടി നിൽക്കുന്നവരെ പോലെ നിന്നുകൊടുക്കുകയാണ് എങ്കിൽ കൂടിയും ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു മൂന്നാം നാൾ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഒരുക്കി വച്ചിട്ടുണ്ട്. സത്യം ജയിക്കും. നീതി അതിൻ്റെ പൂർണ്ണമായ വിശുദ്ധിയിൽ ലോകത്തിന് കാണാൻ പാകത്തിൽ അതിൻ്റെ തെളിമയോടുകൂടെ ഏത് കല്ലറയും ഭേദിച്ച് പുറത്തു വരും. അവസാനിക്കുന്നില്ല ഒരു കാര്യവും ഈ ഒരു ദിവസങ്ങൾ കൊണ്ട്. ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ എത്ര മഹത്തരമാണെന്നും എത്ര ശക്തമാണെന്നും വരുന്ന മണിക്കൂറുകൾ സാക്ഷ്യം പറയും. ഒന്നുകൂടെ ഈ വചനത്തിലേക്ക് നോക്കുമ്പോൾ തൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നയാൾ കേവലം ഏതോ വിചാരണ തടവുകാരനോ കുറ്റവാളിയോ അല്ല, പകരം തൻ്റെ സൃഷ്ടാവാണ് എന്നുള്ള കാര്യം പീലാത്തോസിന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ഇവിടെ കേവലമൊരു
ദൈവ സൃഷ്ടി മാത്രമായിരിക്കുന്ന പീലാത്തോസ് തൻ്റെ സൃഷ്ടാവായിരിക്കുന്നവനെ വിധിക്കാനായി തുനിയുകയാണ്. യേശുവിനെ നോക്കിക്കേ, താൻ സൃഷ്ടിച്ച ഒരു കുഞ്ഞു സൃഷ്ടി, ഒരു കുഞ്ഞു സൃഷ്ടി, അത് തനിക്ക് നേരെ കൊലമരത്തിൻ്റെ വിധി പറയാനിരിക്കുമ്പോൾ ആ സൃഷ്ടിയെ നശിപ്പിച്ച് കളയുകയല്ല. ആ സൃഷ്ടാവായിരിക്കുന്ന നമ്മുടെ കർത്താവ് തൻ്റെ സൃഷ്ടിയെ ഉപേക്ഷിക്കാതെ അതിനെ വീണ്ടെടുക്കാനുള്ളതായ നിലയിലേക്ക് തന്നെത്താൻ സമർപ്പിക്കുന്ന മഹാചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ആരുടെ അധികാരത്താൽ പീലാത്തോസും അവൻ്റെ ജീവനും പ്രാണനും അയാളിരിക്കുന്ന ഈ ന്യായാസനവും ഈ ലോകവുമൊക്കെ ആരാൽ സൃഷ്ടിക്കപ്പെട്ടുവോ ആ സൃഷ്ടിക്ക് കാരണക്കാരനായിരിക്കുന്ന ദൈവവചനമാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. ആ തിരുവചനമായിരിക്കുന്ന യേശു തന്നെയാണ് തൻ്റെ ഒരു കുഞ്ഞു സൃഷ്ടിയുടെ മുമ്പിൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. നിങ്ങളൊന്ന് നോക്കണേ, ശക്തമായൊരു ഇടിമിന്നൽ ഒരു മെഴുകുതിരി വെട്ടത്തിൻ്റെ മുമ്പിൽ വന്ന് വിചാരണ നേരിടാൻ നിൽക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയുമോ? അതുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞു സൃഷ്ടിയായ പീലാത്തോസിൻ്റെ മുമ്പിൽ സർവശക്തൻ വിചാരണ നേരിടുവാനായി വന്നു നിൽക്കുന്ന കാഴ്ച. കേവലം ഒരു കുഞ്ഞു സൃഷ്ടിയായിരിക്കുന്ന പീലാത്തോസ് സർവശക്തനും മഹാസൃഷ്ടാവുമായിരിക്കുന്നവനെ നിരസിക്കുമ്പോൾ കർത്താവായ യേശു നമ്മളെ ആരെയും ഒരു സൃഷ്ടിയെയും കൈവിടാനല്ല അവിടെ മനസ്സ് വെച്ചത്. മറിച്ച് തൻ്റെ മേൽ ഉയർന്നു വരുന്ന എല്ലാത്തരം നിരാകരണങ്ങളും ഏറ്റുവാങ്ങി അടിമകൾക്കും കൊലപാതകികൾക്കും രാജ്യദ്രോഹികൾക്കും കൊടുക്കുന്ന ക്രൂശ് വരെ അവിടുന്ന് താഴ്ന്നിറങ്ങി വന്ന് തന്നെ അവഹേളിക്കുകയും നഗ്നമാക്കുകയും വികലമായി ക്രൂശിക്കുകയുമൊക്കെ ചെയ്യുന്ന തന്നെ തള്ളിക്കളഞ്ഞ ഈ മനുഷ്യവർഗത്തെ മരണത്തിൻ്റെ അടിമത്തട്ടിൽ ഉപേക്ഷിച്ച് കളയാതെ ജീവൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മുടെ പ്രാണനാഥനായ യേശു നമ്മളെ എല്ലാവരെയും തിരികെ വിളിച്ചു. മനുഷ്യരായ നമ്മൾ കർത്താവിൽ നിന്ന് അകന്നുപോയപ്പോഴും സ്നേഹനിധിയായ നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്നും അകന്നു പോകാതെ നമ്മൾ കൊടുത്ത ആക്ഷേപങ്ങൾ കൂടെ ഏറ്റിട്ട് നമുക്ക് വേണ്ടി മരണത്തിൻ്റെ വായിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നമ്മുടെ മൃത്യുവിനെ തകർത്ത് കളഞ്ഞ് നമുക്ക് ജീവനെ തിരികെ നൽകുന്ന യാഥാർത്ഥ ദൈവപ്രവൃത്തിയാണ് കർത്താവ് ഇവിടെ തെളിയിച്ചത്. പലപ്പോഴും ദൈവസന്നിധിയിലുള്ള നമ്മുടെ അവിശ്വസ്തതകൾ, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പോലും ചെയ്ത് മുടിവലിൻ്റെയും ശാപത്തിൻ്റെയും വക്കിൽ നിന്ന് കേഴുന്ന നമ്മളെ തക്കതായ ശിക്ഷ നൽകി നശിപ്പിച്ചു കളയുന്ന ഒരു ഉഗ്രകോപമൂർത്തിയായി നമ്മൾ പലപ്പോഴും ദൈവത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചിന്തകളെയും ധാരണകളെയും എല്ലാം അട്ടിമറിച്ചുകൊണ്ട് കരുണയുടെ ആഴം, കൃപയുടെ വലിപ്പം, സ്നേഹത്തിൻ്റെ ശക്തി, ക്ഷമയുടെ മൂല്യം, ഇതെല്ലാം നമ്മുടെ കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. തകർന്നവനെ പിന്നെയും തകരാൻ വിടാതെ തകർന്നവരായ നമ്മളെ പണിതെടുക്കുന്ന ഒരു മഹാകാരുണ്യമായി നമ്മുടെ കർത്താവായ യേശു വെളിപ്പെടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം ദൈവത്തിന് നിരക്കാത്ത പാപങ്ങൾ നിങ്ങൾ ചെയ്തതായിരിക്കാം. മനുഷ്യ മനസ്സുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും പോരായ്മകളും പാകപ്പിഴകളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കാം ഇന്നനുഭവിക്കുന്ന പല വ്യതകളുടെയും പുറകിലുള്ള കാരണങ്ങളായി നിലകൊള്ളുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ ക്ഷമ, കർത്താവിൻ്റെ ദയ, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ പാപങ്ങളെ കഴുകും. തൻ്റെ കൃപയിലേക്ക് അവൻ നിങ്ങളെ വിളിക്കുകയാണ് ഇന്ന് രാവിലെ. തള്ളിക്കളയാനല്ല, ചേർത്ത് പിടിക്കാനാണ് യേശു ആഗ്രഹിക്കുന്നത്. ദൈവവേദലേ, നിനക്കിത് കൂടുതലായിട്ട് കർത്താവിലേക്ക് അടുക്കുവാനുള്ള ഒരു ശക്തമായ പ്രചോദനമായിരിക്കട്ടെ. ഇവിടെ പീലാത്തോസിൻ്റെ ഭാര്യ യേശുവിനെ നീതിമാൻ എന്നാണ് വിളിച്ചത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അവളൊരു വിജാതീയ സ്ത്രീയായിരുന്നു. ആ വ്യക്തി യേശുവിനെ നീതിമാൻ എന്നുള്ള സാക്ഷ്യം പറഞ്ഞപ്പോൾ അവൾ അറിയാതെയാണെങ്കിൽ പോലും കാൽവറി ക്രൂശിൻ്റെ ആ വലിയ രഹസ്യത്തിലേക്കാണ് അവൾ വിരൽ ചൂണ്ടിയത്. നീതിമാനായവൻ അനീതിയുള്ളവരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എന്നാൽ ഈ അനീതി എത്ര മിടുക്കനായിട്ടും അനീതിയുടെ ശക്തി എത്ര പ്രബലമായിട്ടും അതിന് ദൈവത്തിൻ്റെ നീതിയെ നശിപ്പിക്കാൻ കഴിയുന്നില്ല.
മരണത്തിന് ജീവനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ്. ശവക്കല്ലറയ്ക്ക് ദൈവത്തിൻ്റെ വചനത്തെ തടവിലാക്കാൻ പറ്റിയില്ല. മനുഷ്യരെല്ലാം കൂടെ ക്രിസ്തുവിനൊരുക്കിയ മരണസ്ഥലം തന്നെ ദൈവം മാനവരാശിക്ക് ജീവൻ തുറന്നു കൊടുത്ത ജീവൻ്റെ വാതിലായി വെളിപ്പെട്ടു. ഹല്ലേലൂയ. മഹാദുരന്തങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിന് നേരെ അണിനിരക്കുമ്പോൾ ഇനിയൊരവസരം ജീവിതത്തിലില്ല എന്ന വിധത്തിൽ നമ്മൾ തീർന്നു എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് നേരെ പല ഘോരമായ കാര്യങ്ങളും പലരും പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയ്ക്ക് അതിനെ കാരണമാക്കുന്ന ഒരു കർത്താവിനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് ഈ കർത്താവിന് വിശ്വാസമാണെന്നൊന്ന് കമൻ്റ് ചെയ്തേ, ഞാൻ കാണട്ടെ. ചിലർ നിനക്ക് നേരെ ചെയ്യുന്ന അതിതീവ്രമായിരിക്കുന്ന കിരാത പ്രവൃത്തികൾ, നട്ടാൽ കുരുക്കാത്ത നുണകൾ, കള്ളത്തെളിവുകൾ നിരത്തി നിന്റെ നിരപരാധിത്വം ഒരിക്കലും പുറത്തു വരാത്ത വിധം പൂട്ടിക്കളയാൻ ചെയ്യുന്ന കാപട്യ വേലകൾ, ഇങ്ങനെ പല വിധത്തിലുള്ളതായ ദോഷപ്രവണതകൾ കൊണ്ട് കുഞ്ഞെ നിന്റെ ജീവിതത്തെ തന്നെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കാനുള്ള പരിപാടികൾ ചിലർ ആസൂത്രണം ചെയ്യുമ്പോൾ ഇന്ന് രാവിലെ ഈ ദൈവിക ദൂത് നിന്നോട് പറയുന്നു, ഞാൻ സർവശക്തനായ ദൈവമാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. നിനക്ക് വിരോധമായി ഉണ്ടാക്കപ്പെടുന്നത് നിനക്ക് അനുഗ്രഹത്തിനായി തിരിഞ്ഞു വരുന്ന കാഴ്ച കർത്താവിൻ്റെ കുഞ്ഞെ നീ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. യേശുവിനെ മനുഷ്യൻ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് മരണത്തിലേക്ക് തള്ളിവിടാൻ നോക്കി. പക്ഷേ യേശു ആ മരണത്തിലൂടെ കയറിയിട്ട് മനുഷ്യരാശിയെ മുഴുവൻ ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ചിലതൊക്കെ ഒരുക്കപ്പെടുമ്പോൾ, ചിലതൊക്കെ ദൈവം ദുഷ്ടൻ നമ്മുടെ ജീവിതത്തിൽ, ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരായി ചെയ്യാൻ അനുവദിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയും നീതിയും ഇല്ലാതായി പോയതുകൊണ്ടല്ല അതങ്ങനെ സംഭവിക്കുന്നതെന്ന് നീ അറിഞ്ഞുകൊള്ളുക. പിന്നെ എന്തുകൊണ്ടാണ്? ഒറ്റ മറുപടിയേ ഉള്ളൂ. പിശാചിനോ മനുഷ്യർക്കോ കാണാൻ കഴിയാത്ത ഒരു മറുപുറമുണ്ടതിന്. ആ മറുവശം എന്തായിരിക്കണമെന്നുള്ള തീരുമാനം ദൈവത്തിൻ്റെതാണ്. ആ മറുപുറത്ത് ലോകം നശിപ്പിക്കാൻ മുതിർന്ന നിന്റെ ഭാവി എന്തായി തീരണമെന്നതിൻ്റെ വിധി ദൈവം തൻ്റെ പരമാധികാരത്താലാണ് എഴുതുന്നത്. ഹല്ലേലൂയ. രാവിലെ വിശ്വാസത്താലൊന്ന് പറ, നാശത്തിനും ദോഷത്തിനുമായി പ്രവർത്തിക്കപ്പെടുന്ന പലതിലും എൻ്റെ വിധി സർവശക്തനായ ദൈവം തൻ്റെ പരമാധികാരത്താൽ ഒരനുഗ്രഹമായി എഴുതി പൂർത്തീകരിച്ചിരിക്കുകയാണ്. എനിക്കറിയാം ഇതൊരു മഹാവിടുതലിൻ്റെ പകലായി മാറാൻ പോവുകയാണ്. എവിടെയൊക്കെയോ നെഞ്ചുലഞ്ഞു പോകുന്ന ചില വിഷയങ്ങളിൽ കിടന്ന് പതറിയവർ ആത്മാവിൻ്റെ വലിയ രക്ഷയെ കൈക്കൊണ്ട് ദൈവിക സന്തോഷത്തിൽ ഇന്ന് രാവിലെ തുള്ളിച്ചാടുന്ന കാഴ്ചകൾക്ക് സ്വർഗം പലരുടെ ജീവിതത്തിലും ഒരു അവസരം നൽകാൻ പോവുകയാണ്. നീ തയ്യാറായിക്കും. ഇത് പരാജയമല്ല, നിനക്കിതൊരു അനുഗ്രഹത്തിൻ്റെ നേരമാണ്. നീ കേൾക്കുന്ന ഈ ക്രൂശിൻ്റെ വചനം, പുനരുത്ഥാനത്തിൻ്റെ ദൈവകൃപ നിന്നെ ഭയങ്കരമായൊരു ബ്ലെസ്സിങ്ങിലേക്ക് നയിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ഭയങ്ങളും മാറിപ്പോവുകയാണ്. കടുത്ത നിരാശകളെ ദൈവം എടുത്തു കളയുകയാണ്. എല്ലാ ടൈപ്പ് ഫ്രസ്ട്രേഷൻസും മാറിപ്പോകുന്നു. ചിലർ നിനക്ക് നേരെ നിൽക്കുന്നതിനാൽ നിനക്കുണ്ടായ ഭയങ്ങൾ ഇന്ന് രാവിലെ മാറിപ്പോവുകയാണ്. ചിലർ എതിരായതിൻ്റെ പേരിൽ നീ സംഭവിക്കുമോ എന്നുള്ള നിലയിൽ ഭയപ്പെടുന്ന ചില വിഷയങ്ങൾ, അത് നനഞ്ഞ പടക്കം പോലായി പോവുക. ഇനി അതിനെ ഒന്നും ഓർത്ത് നീ വ്യാകുലപ്പെടാത്ത വിധം ദൈവത്തിൻ്റെ കൃപ കുഞ്ഞെ നിന്റെ മേൽ വെളിപ്പെടുന്നു. രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള വിമ്മിഷ്ടങ്ങൾ മാറുന്നു. ഹല്ലേലൂയ. കൈകാലുകളുടെ ചലിക്കാൻ കഴിയാത്ത, പെട്ടെന്നിങ്ങനെ സ്റ്റിഫായി പോയതുപോലെയുള്ള അവസ്ഥകൾ ശക്തമായ വിടുതലിലേക്ക് തിരിയുന്നു. നിങ്ങളുടെ കഴുത്തുമായി ബന്ധപ്പെട്ടുള്ളതായ രോഗങ്ങൾക്കൊരു വിടുതൽ ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ സംഭവിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ മേൽ ആരോഗ്യം വരും. ഞങ്ങളുടെ കർത്താവേ, ഏറെ സ്നേഹം ഞങ്ങളുടെ മേൽ ചൊരിയുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പ്രിയപ്പെട്ട പുത്രൻ, ഞങ്ങളുടെ രക്ഷകനാം യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രവും ചെയ്യുന്നപ്പാ.
അവിടുത്തെ നിത്യാത്മാവിനാൽ ഞങ്ങളുടെ പേർക്ക് പരമോന്നതമായ ജീവബലിയായി തീർന്ന് ഞങ്ങളുടെ മൃത്യുവിനെയും ശാപത്തെയും രോഗത്തെയും ശത്രുപീഡയെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പരിഹരിച്ച് ഞങ്ങൾക്ക് അവിടുത്തെ മക്കളെന്നുള്ള സ്നേഹപദവി ഔദാര്യമായി നൽകിയ അവിടുത്തെ പ്രിയപുത്രൻ്റെ പരിശുദ്ധ രക്തത്തിനായും ത്യാഗത്തിനായും ഇന്ന് രാവിലെ ഞങ്ങളെല്ലാവരും നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ യേശുവിനേക്കാൾ വലുതായി ഒന്നുമില്ല. ഞങ്ങൾ ജീവൻ്റെ ജീവനായ ഞങ്ങളുടെ കർത്താവിനെ ചുംബനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം വിവിധ രോഗങ്ങളാലും ഭാരങ്ങളാലും വലയുന്ന അങ്ങയുടെ പൊന്നോമന മക്കളെയെല്ലാം ഇപ്പോൾ തന്നെ സുഖപ്പെടുത്തിയൊരു പിതാവേ, അങ്ങയുടെ കൃപ അവരുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ. ഇവർ കരുതിയിരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിൻ്റെ കരുതലും കാവലും ഇവർക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യങ്ങളും തിരിച്ചറിവുകളും ഇവർക്ക് നൽകിയാട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെയും കാര്യസ്ഥനായ പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. സകലതും അവിടുത്തെ തിരുനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ. യേശുനാഥൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ പിതാവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സെപ്റ്റംബർ മാസം 5-ാം തീയതി അനുഗ്രഹീതമായൊരു സ്പെഷ്യൽ ഡെലിവറൻസ് സെമിനാർ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പങ്കുചേരുവാൻ താല്പര്യപ്പെടുന്നവർ ഈ താഴെ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി പേര് വിളിച്ച് ബുക്ക് ചെയ്യണം. ദൈവമക്കളെ, ഈ വരുന്ന വെള്ളി, ശനി, ഞായർ അനുഗ്രഹീതമായിരിക്കുന്ന ഫാസ്റ്റിംഗ് പ്രയർ കോട്ടയത്തെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയിൽ വെച്ച് നടക്കുന്നു. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയായിരിക്കും ശുശ്രൂഷയുടെ സമയം. വെള്ളി, ശനി ദിവസങ്ങളിൽ. ഞായറാഴ്ച രാവിലെ 8:30 മുതൽ 11 മണി വരെ വിശുദ്ധ സഭായോഗം കോട്ടയത്തും, വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ എറണാകുളം ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിൽ വെച്ച് വിശുദ്ധ സഭായോഗത്തിൻ്റെ ഈവനിങ് സെക്ഷനും നടക്കുന്നു. കർത്താവായ യേശുവിന് ഇതിനാൽ എല്ലാ മഹത്വവും ഉണ്ടാകട്ടെ. അവിടുന്ന് നിങ്ങളെ ധാരാളമായി സ്നേഹിക്കുന്നു. ഇനിയും അവിടുന്ന് നിങ്ങളെ ഉയർത്തുമാറാകട്ടെ. ആമേൻ.